IB ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ പ്രതി സുഗാന്തുമായി നെടുമ്പാശ്ശേരിയിൽ തെളിവെടുപ്പ് നടന്നു. പ്രതിയുമായി പോലീസ് തിരുവനന്തപുരത്തേക്ക് പോയി. നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, വിവരങ്ങൾ. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. പ്രതി സുഗാന്തുമായി നെടുമ്പാശ്ശേരിയിൽ തെളിവെടുപ്പ് നടന്നിരുന്നു. സുഗാന്തിന്റെ ഫ്ളാറ്റിലായിരുന്നു തെളിവെടുപ്പ് നടന്നത്. ഇപ്പോൾ പ്രതിയുമായി പോലീസ് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വിവാഹ വാഗ്ദാനം നൽകി കബളിപ്പിക്കുകയായിരുന്നു സുഗാന്ത് ചെയ്തത്. മരണത്തിലേക്ക് തള്ളിവിട്ടതും സുഗാന്തിന്റെ വാക്കുകളായിരുന്നു. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. ഇന്ന് നെടുമ്പാശ്ശേരിയിലെ ഫ്ളാറ്റിൽ തെളിവെടുപ്പ് നടന്നിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് പ്രതിയെയും കൊണ്ട് പോലീസ് വന്നിരിക്കുകയാണ്. തിരുവനന്തപുരത്തും തെളിവെടുപ്പ് നടക്കും. നിഷ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഷ, വിവരങ്ങൾ. നീലിമ, ഉച്ചയോടെയാണ് IB ഉദ്യോഗസ്ഥയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഉച്ചയോടെയാണ് പ്രതി സുഗാന്തുമായി നെടുമ്പാശ്ശേരിയിലെ അപ്പാർട്ട്മെന്റിലെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. പേട്ട പോലീസാണ് സുഗാന്തുമായി നെടുമ്പാശ്ശേരിയിൽ എത്തിയത്. നെടുമ്പാശ്ശേരിയിൽ എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് സുഗാന്ത് താമസിച്ചിരുന്ന ഫ്ളാറ്റിലെത്തിച്ചായിരുന്നു തെളിവെടുപ്പ് നടത്തിയത്. ആ സമയത്ത് ഈ പലതവണ IB ഉദ്യോഗസ്ഥയായ മേഘയുമായി സുഗാന്ത് ഈ ഫ്ളാറ്റിൽ എത്തിയിരുന്നു. ഇവിടെ വെച്ച് സംസാരിച്ചിരുന്നു. ഇവർ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. ആ ഒരു കാര്യം പോലീസിന് പ്രതി മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സുഗാന്തുമായി ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. നെടുമ്പാശ്ശേരിയിലെ അപ്പാർട്ട്മെന്റിൽ കഴിഞ്ഞ ജനുവരി മുതൽ സുഗാന്ത് താമസിക്കുകയായിരുന്നു. മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട് സുഗാന്തിനെ പോലീസ് അന്വേഷിക്കുന്നതിനിടയിൽ ഇയാൾ ഒളിവിൽ പോയതും ഈ അപ്പാർട്ട്മെന്റിൽ നിന്നായിരുന്നു. തുടർന്നാണ് ഇന്ന് പേട്ട പോലീസ് സുഗാന്തുമായി ഈ അപ്പാർട്ട്മെന്റിലെത്തി തെളിവെടുപ്പ് പൂർത്തിയാക്കി മടങ്ങിയത്. തിരുവനന്തപുരത്തേക്ക് പോലീസ് സുഗാന്തുമായി മടങ്ങിയിട്ടുണ്ട്. ഇന്നലെ IB ഉദ്യോഗസ്ഥയുടെ തിരുവനന്തപുരത്തെ താമസ സ്ഥലത്ത് എത്തിച്ച് സുഗാന്തുമായി തെളിവെടുപ്പ് നടത്തിയിരുന്നു. എന്തായാലും ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതോടെ കൊച്ചി DCP ഓഫീസിലെത്തിയാണ് സുഗാന്ത് കീഴടങ്ങിയത്. തുടർന്ന് ഇയാളെ തിരുവനന്തപുരത്ത് പേട്ട പോലീസിന് കൈമാറുകയായിരുന്നു. പിന്നീട് റിമാൻഡിൽ പോയ പ്രതിയെ 3 ദിവസത്തേക്ക് പേട്ട പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ഇയാളുമായി തെളിവെടുപ്പ് നടത്തി പല ഇടങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതിന്റെ ഭാഗമായാണ് നെടുമ്പാശ്ശേരിയിൽ സുഗാന്ത് താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിലേക്കും കൊണ്ടുവന്നത്. ഇവിടെ ഏതാണ്ട് 15-20 മിനിറ്റോളം തെളിവെടുപ്പ് നീണ്ടു. തുടർന്ന് പോലീസ് സംഘം സുഗാന്തുമായി തിരുവനന്തപുരത്തേക്ക് മടങ്ങുകയായിരുന്നു. നീലിമ. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ പങ്കുവച്ചത്.